ഹലോ, വെൽക്കം ബാക്ക്. ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്താണ് മക്കളെ വിശേഷം? എല്ലാവർക്കും സുഖമായിരിക്കും അല്ലേ? അപ്പോൾ അൽഹംദുലില്ലാ, അതുപോലെ തന്നെ എനക്കും മക്കൾക്കും ഇവിടെ സുഖം തന്നെയാണ്. പിന്നെ എല്ലാവരും എൻ്റെ വീഡിയോ ഒക്കെ കാണുന്നുണ്ടായിരിക്കും അല്ലേ? എല്ലാവരും വീഡിയോ ഒക്കെ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. വീഡിയോ കണ്ട് തീരുന്നവരോടൊപ്പം നിങ്ങൾ എന്താക്കണം, ഒന്ന് ലൈക്ക് അടിക്കാൻ മറക്കല്ലിട്ടോ മക്കളെ. ഒന്ന് ലൈക്ക് അടിക്കിട്ടോ. അങ്ങനെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയറും, പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് എന്നോട് പറയാനൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ പറഞ്ഞോളിട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്താ അറിയോ? കോയിൻ്റെ ലിവർ പിന്നെ ഒരു റോസ്റ്റ് ആക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. എല്ലാവരും ഇതൊക്കെ വാങ്ങുന്നതൊക്കെ ഉണ്ടാവുമായിരിക്കുമല്ലോ. ഞാൻ എപ്പോൾ ചിക്കൻ വാങ്ങുകയാണെങ്കിൽ ഒരു 50 റുപ്യേൻ്റെ ലിവർ ഞാൻ വാങ്ങും. എനിക്ക് ഇഷ്ടമുള്ളൊരു സാധനമാണ് ഇത് കേട്ടോ. എന്നിട്ട് എന്താക്കറിയോ, നിങ്ങൾ എപ്പോൾ ഈ കോയിൻ്റെ ലിവർ ആയാലും കറി വെക്കുന്ന സമയത്ത് എപ്പോഴും ചെറിയ ഉള്ളി എടുക്കാൻ നിങ്ങൾ ശ്രമിക്കണം. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ടേസ്റ്റ്. ഇതിന് നല്ല എന്ത് കാര്യത്തിനും ചെറിയുള്ളി അടിപൊളിയാണ്, ഹെൽത്തിയുമാണ് എല്ലാം. പക്ഷെ ഞാൻ ആദ്യമൊന്നും സത്യത്തിൽ ഇത് ഉപയോഗിക്കുന്നൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പം പിന്നെ എന്താക്കുമെന്ന് പറഞ്ഞിടത്ത് ഇങ്ങനെ പറയുക, എപ്പോഴും പറയൂ ചെറിയുള്ളി വാങ്ങ്, ചെറിയുള്ളി വാങ്ങ്, ചെറിയുള്ളി. അങ്ങനെ ഞാൻ എന്താക്കുക, ഇപ്പം ചെറിയുള്ളി ഇപ്പം എനിക്ക് സ്ഥിരം ചെറിയുള്ളി ഇല്ലാത്തൊരു പരിപാടി ഇല്ല. പക്ഷെ അത് നന്നാക്കാൻ കുറച്ച് തൊലിച്ചെടുക്കാൻ കുറച്ച് പണിയുന്നേ ഉള്ളൂ. പിന്നെ വെളുത്തുള്ളി ചതക്കണ്ട കേട്ടോ. വെളുത്തുള്ളി അപ്പാടിട്ട് കൊടുത്താൽ മതിയേ. വെളുത്തുള്ളി ചതക്കാൻ നിൽക്കണ്ട. അങ്ങനെ വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചി ഇച്ചിരിയേ കഷ്ണം എടുക്കാൻ പാടുള്ളൂ, ലേസ് എടുക്കാൻ പാടില്ല, അധികം എടുക്കാൻ പാടില്ല. ഇഞ്ചി ഇട്ടിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതിനെന്താക്കാനോ വെളിച്ചെണ്ണയിൽ നല്ല റോസ്റ്റാക്കി എടുക്കട്ടോ. ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ ഇപ്പോൾ വാങ്ങിയതാണ് കേട്ടോ, മീഷോന്ന്. നല്ല യൂസാണ് കേട്ടോ. എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നവർക്കെല്ലാം ഉറപ്പായിട്ട് യൂസ് ആകുന്ന സാധനമാണ്. എന്താ പറയുക, ഒറ്റ ഒന്ന് കൈമ പിടിച്ചാൽ മതി. പിന്നെ ഓരോരോ ഡബ്ബി എടുക്കേണ്ട ആവശ്യമില്ല. എല്ലാം ഒറ്റ ഒരു വട്ടം എടുത്താൽ മതി. അങ്ങനെ ഞാൻ എന്തൊക്കെ കുരുമുളക് പൊടിയാണ് കേട്ടോ കുറേ ഇട്ട് കൊടുക്കണത്. മഞ്ഞപ്പൊടിയും കുരുമുളക് പൊടിയും പിന്നെ മുളകും പൊടി ഇച്ചിരിയേ ഇട്ട് കൊടുക്കണുള്ളൂ. ലേസ് ഇട്ട് നല്ല യൂസ് ആകുന്നുണ്ട് കേട്ടോ എനിക്ക് ഈ സാധനം. വലിയ ജീരകവും ലേസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മല്ലിപ്പൊടി ഇട്ട് കൊടുത്ത വീഡിയോയിൽ ആയിനൊന്നുമില്ല അറിയുന്നില്ല. പിന്നെ ഗരം മസാലയും ചിക്കൻ മസാല കേട്ടോ. ഇത് നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ ഇട്ട് കൊടുക്കണമെന്നില്ല. വെറും മല്ലിയും മുളകും മഞ്ഞളും മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ ഇട്ട് കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റാണ്. പക്ഷെ ഞാൻ അത് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. സ്കിപ്പ് ചെയ്തോളി. അങ്ങനെ ഇന്നത്തെ വീഡിയോ അതാണ്. പിന്നെ അൽഹംദുലില്ലാ, റംസാനൊക്കെ വരാനായല്ലോ അല്ലേ? എല്ലാവരും നനച്ചുകുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞോ? ഞാൻ തുടങ്ങിയിട്ടില്ല കേട്ടോ നനച്ചുകുളി. നമുക്കിപ്പോൾ എപ്പോഴും നനച്ചുളിയാണല്ലോ, പ്രത്യേകിച്ചൊരു നനച്ചുളി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. എന്നാലും നോമ്പിൻ്റെന്നുകൊണ്ടൊരു നനച്ചുളി എടുക്കാനുണ്ട്. ഇൻഷാ അല്ലാ അത് ഞാൻ ചെയ്യും. അതിൻ്റെ ഒക്കെ വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഉള്ളി നല്ലോണം വാടി വന്നതിൻ്റെ ശേഷം ആ മസാലകളൊക്കെ ഇട്ട് കൊടുത്തിട്ട് ലിവർ ഇട്ട് കൊടുക്കട്ടെ. സൂപ്പർ ടേസ്റ്റാണ്, ഒന്നും പറയാനില്ല. എനിക്ക് ഇഷ്ടമല്ല, എനിക്കും ഇഷ്ടമാണ്, ഇവിടെ മക്കൾക്കും ഇഷ്ടമാണ് കേട്ടോ. ഞാൻ എപ്പം ചിക്കൻ വാങ്ങുകയാണെങ്കിലും. പക്ഷെ എന്താക്കരുത് അറിയോ, ഈ ലിവറൊക്കെ വാങ്ങിയിട്ട് നിങ്ങൾ അധികം ഫ്രിഡ്ജിൽ വെക്കരുത് കേട്ടോ. ഫ്രിഡ്ജിൽ വെക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഉസ്ന സാമ്പിൾ നോക്കട്ടെ ഉസ്ന സാമ്പിൾ നോക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അടിപൊളിയായി കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല ഇതായിട്ട് പിന്നെ ഒത്ത ഗ്രേവിയും ഇതൊക്കെ ആയിട്ട്. ഇതിപ്പോൾ എന്താ കഥ, തലകുത്തനെ കഴിക്കണേ. വീഡിയോ ഇങ്ങനെയൊക്കെ ആവും. അങ്ങനെ ഞാൻ ചോറ് കഴിക്കുകയാണ് കേട്ടോ. ഞാൻ തലേന്നത്തെ വറുത്തരച്ച മീനിൻ്റെ ചട്ടിയിലിട്ട് ഞാനും ഉസ്നിയും കൂടി വയ്ക്കുകയാണ് കേട്ടോ. ഞാൻ എപ്പോൾ മീൻകറീൻ്റെ ചട്ടി ഉണ്ടെങ്കിലും ലാസ്റ്റ് ഞാൻ മീൻകറീൻ്റെ ചട്ടിയിലേ വയ്ക്കും. ഇങ്ങനെ കിളിമ്പി കുഴക്കാനൊന്നും ചോറ് പാടില്ല. പക്ഷെ ഇങ്ങനെ കുഴച്ച് കിളിമ്പി തിന്നാലേ അടിപൊളിയുള്ളൂ ഗൈസ്. ഇങ്ങനെ തിന്നാൻ രസട്ടോ. അങ്ങനെ ഞാനും സ്നാക്കും വാരിക്കൊടുത്ത് ഞാനും തിന്നുന്നുണ്ട് ചട്ടിയിലിട്ടിട്ട് കേട്ടോ. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിലും ഒന്നും കൂടി പറയാണ്, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതൊരു അടിപൊളിയാണല്ലേ. ആദ്യമെല്ലാം ഞങ്ങൾ പേർക്ക് ചട്ടിക്ക് അടി ഓടുന്നുണ്ടായിന്. മീൻ കറി വെച്ച ചട്ടിക്ക്, മീൻ പൊരിച്ച ചട്ടിക്കൊക്കെ അടി ഓടുന്നുണ്ടായിന്. ഇപ്പം മക്കൾക്ക് അതൊന്നും ഇഷ്ടപ്പെടുന്നൊന്നുമില്ല. പിന്നെ ഇപ്പോൾ ഒരിക്കലും അങ്ങനെ ചട്ടിയിലിട്ട് തിന്നുക അങ്ങനെയൊന്നും വലിയൊരു തീർപ്പതിയൊന്നും കാണില്ല. ഞാനെന്താക്കി നല്ല ഓറോള ആക്കിയിട്ട് ഉസ്നാക്കും വാരി കൊടുത്ത് ഞാനും തിന്നിട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇൻഷാ അല്ലാ, അസ്സലാമു അലൈക്കും.